ട്രാൻസ്റെയിൽ ലൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളമാണ് ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 2026 ഒന്നാം പാദത്തിലെ ഒരു പെർഫോമൻസ്, അതായത് ഫസ്റ്റ് ഹാഫ് ഓഫ് 2026 പരിശോധിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. കമ്പനിയുടെ വരുമാനം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 61% ഒരു വർധന ഉണ്ടായിട്ടുണ്ടായിരുന്നു. എബിഡയിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 50% ഒരു വർധനവ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൺസൂൺ സീസണിന് ശേഷമുള്ള കമ്പനിയുടെ ഒരു ബിസിനസ് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ എക്സിക്യൂഷൻ വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ MD ആയിട്ടുള്ള രൺദീപ് നാരംഗിൻ്റെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ അവർ വളരെ കോൺഫിഡൻ്റ് ആണ് കമ്പനിയുടെ ഒരു വ്യൂ ബിസിനസ്സിൽ എന്നാണ് പറയുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബിസിനസ്സുകളിലും റവന്യൂ ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇനിയും ഏകദേശം ഒരു 25% ഒരു വളർച്ചാ സാധ്യത കമ്പനിക്ക് കാണുന്നു. 2026 സാമ്പത്തിക വർഷത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 26%-നും 27%-നും ഇടയിലുള്ള ഒരു റവന്യൂ ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിലവിലിപ്പോൾ ട്രാൻസ്റെയിൽ ലൈറ്റിങ്ങിന് സാധിക്കും എന്നൊരു കാര്യമാണ് നിലവിലിപ്പോൾ രൺദീപ് നാരംഗ് പങ്കുവച്ചിരിക്കുന്നത്. ഓർഡർ ബുക്ക് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ നിലവിലിപ്പോൾ അൺഎക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഓർഡേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 15,000 കോടി രൂപയുടെ ഒരു ഓർഡർ നിലവിലിപ്പോൾ ബാക്ക്ലോഗ് ആയിട്ട് നിലനിൽക്കുന്നു. അതായത് കമ്പനിക്ക് ഇനി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഓർഡറുകളൊക്കെ നടപ്പിലാക്കുന്ന ഒരു ഫലത്തിൽ ഈ ഒരു എമൗണ്ട് നിലവിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കും. അത് കമ്പനിയുടെ ഒരു ഏർണിങ്സ് വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ടും ആക്ട് ചെയ്യും എന്നുള്ളതൊക്കെ തന്നെ കമ്പനിയുടെ ഒരു റവന്യൂ വിസിബിലിറ്റി ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നിലനിൽക്കുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.